നമ്മൾ ഇന്നൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ തോട്ടത്തിൽ നല്ല റെഡ് റോസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 3 ദിവസമായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു റോസ് കഴുകി ഉണക്കാൻ പോവാണ് കേട്ടോ. നമുക്കിതൊന്ന് കഴുകി എടുക്കാം. നമുക്ക് ഇത്രയും റോസ് പെറ്റൽസ് ആണ് കിട്ടിയത്. ഒരു കുട്ടി ബൗളാണ് കിട്ടിയത്. ഇതൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇതിൽ വല്ല പെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കഴുകുന്നത്. ഫ്രഷ് റോസും കൂടി എടുത്തിട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയി ഡ്രൈ ചെയ്യുവാണ്. കാരണം ഇതിനൊരു നല്ല ഒരു സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഉണക്കാൻ നോക്കാം. നമ്മളിവിടെ വേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കണ കാരണമാണേ. പേപ്പർ പോലെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാൻ വേണമെങ്കിൽ ഞാൻ പൊടിക്കുന്നില്ല. ഇനി നമുക്കിത് നാളെ നമുക്കിതെടുക്കാം. നമുക്ക് തൽക്കാലം ഇത് എടുത്ത് വെക്കാം കേട്ടോ. ഇത്തിരി വെള്ളം നമ്മൾ തിളപ്പിക്കാൻ പറഞ്ഞു. നമ്മൾ കുറച്ച് റോസല്ലേ ഉള്ളൂ. തിളക്കണ വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും നേരം ഞാൻ റോസ് പെറ്റൽസും വെയിലത്ത് സൺ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ് കേട്ടോ. ഒരു ഫ്ലാസ്ക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. റോൾ ബോയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കെറ്റിലേക്ക് നമുക്ക് നമ്മുടെ റോസ് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യുന്നല്ലേ. ഇനി നമുക്ക് റോൾ ബോയിൽ ചെയ്യുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ടൈം ഐ ട്രൈങ് ദ റോസ് ടീ. ഓക്കെ, പിന്നെ ഞാനിത് അധികം യൂസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഏകദേശം ഇത്രയൊക്കെ ഒഴിക്കുന്നുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ഫ്ലേവർ ഇല്ലെങ്കിൽ ഫ്ലേവർ പോയാലോ, കാരണം കുറച്ചല്ലേ ഉള്ളൂ. ഇത്ര മതിയാക്കും. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് മൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലോസിന് വേണ്ടിയിട്ടാണ്. ബ്രീത്തബിളും കൂടിയാണല്ലോ. എന്നിട്ട് ഇതൊന്ന് ഞാൻ സ്റ്റിർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്താലോ. വലിയ കളർ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഡാർക്ക് റെഡ് ഷെയ്ഡായിരുന്നു. അപ്പം അതൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത റോസ്റ്റ് നമ്മൾ ഇന്ന് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ക്ലാരിറ്റി എന്തോരം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് പ്ലേറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ഒഴിക്കാം കേട്ടോ. സോ സ്ലോലി നമ്മളിത് ഒഴിക്കുകയാണ്. കണ്ടോ, പ്ലെയിൻ വാട്ടറിൽ നിന്ന് മാറി അതിന്റെ കളർ ചേഞ്ച് കണ്ടോ. കുറച്ച് പെറ്റൽസ് ഉണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെന്റ് ബേസിൽ ഞാൻ ചെയ്തതാണ്. കാരണം പറഞ്ഞല്ലോ, നമ്മൾ മാരേജസിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് എന്തോരം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഞാനത്. സക്സസ്ഫുൾ ടീ. കണ്ടല്ലോ, ഈ കളർ ഡിഫറൻസ് കണ്ടല്ലോ. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അത് കുറച്ച് പെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ കളറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കല്യാണ ഫംഗ്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ റോസ് ടീ ഒക്കെ നല്ല റോയൽ ആയിട്ട് വീട്ടിലായാലും ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ ദെൻ, സൈനിങ് ഓഫ് ഷിഫി. ബൈ.